സുഭാഷിതം. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാ പുസ്തകം 8:18 വാക്യം വായിക്കുന്നു. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രയേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. Here am I and the children whom the Lord has given me. We are for signs and wonders in Israel, from the Lord of hosts who dwells in Mount Zion. യഹൂദ ജനങ്ങളുടെ അവിശ്വസ്തത നിമിത്തം ന്യായവിധി വരുമെന്ന് യെശയ്യാവ് പ്രവചിച്ചു. എന്നാൽ യെശയ്യാവിന് ഒരു കാര്യം വളരെ വ്യക്തമായി അറിയാം. യഹോവയിൽ വിശ്വസിക്കുകയും വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കരുതലും വീണ്ടെടുപ്പും രക്ഷയും ഉണ്ടാകും. അതുകൊണ്ടാണ് അദ്ദേഹം 17 വാക്യത്തിൽ പറഞ്ഞത്, ഞാനോ യാക്കോബ് ഗ്രഹത്തിന് തന്റെ മുഖം മറച്ചു കളഞ്ഞ യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുമെന്ന്. ദൈവത്തോട് വിശ്വസ്തരായി ശേഷിക്കുന്നവർക്ക് ദൈവം തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കും. യെശയ്യാവ് തന്റെ പ്രത്യാശ പ്രഖ്യാപിക്കുന്ന വാക്യമാണ് നാം വായിച്ചു കേട്ടത്. പ്രവാചകന് ദൈവം നൽകിയ മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രയേൽ ജനങ്ങൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളുമായി തീരും എന്ന്. പ്രിയമുള്ളവരെ, എല്ലാ കാലത്തും ദൈവത്തെ സേവിക്കുന്ന തന്റെ മക്കൾ മറ്റുള്ളവർക്ക് നിശ്ചയമായും ഒരു അത്ഭുതവും അടയാളവുമായിരിക്കും. യെശയ്യാവ് പ്രവചിച്ച ഒരു അടയാളത്തെക്കുറിച്ച് 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇസ്രയേൽ ജനം കാത്തിരുന്ന മശിഹായെക്കുറിച്ചുള്ള ദീർഘവീക്ഷണങ്ങൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. യേശുക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഈ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ അടയാളം മത്തായി 1:22 നിവർത്തിക്കപ്പെട്ടു. അവിടെ എഴുതിയിരിക്കുന്നത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം നിശ്ചയമായും ലോകജനത്തിന് ഒരടയാളമാകുന്നു. എബ്രായർ ലേഖനകർത്താവ് അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? യേശുക്രിസ്തുവിനെ നമുക്ക് തന്നത് ശിക്ഷയിൽ അകപ്പെടാതെ രക്ഷ പ്രാപിക്കുവാനാകുന്നു. യേശുവിൽ കൂടെ പ്രദാനം ചെയ്ത രക്ഷ സ്വീകരിക്കുന്നവർക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. പ്രിയമുള്ളവരെ, യേശുവിൽ കൂടെയുള്ള രക്ഷ നാം പ്രാപിക്കുമ്പോഴാണ് നാമും നമ്മുടെ മക്കളും മറ്റുള്ളവർക്കൊരടയാളമായി തീരുന്നത്. ദൈവത്തിന് അടയാളമായി ഒരത്ഭുതമായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങയിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് ഈ ലോകത്തിൽ ഞങ്ങൾ അടയാളങ്ങളായി അത്ഭുതങ്ങളായി നിൽക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.